ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. സംസ്കാരം ദേശീയതയും. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 84ന്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൂവ്മെന്റ്, റിഫോംസ്, ഐഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്തെ ഒരു 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്വാമി ദയാനന്ദ് സരസ്വതി, സ്വാമി വിവേകാനന്ദ്, സർ സയ്യദ് അഹമ്മദ് ഖാൻ, ആത്മാറാം പണ്ഡുരംഗ എന്ന് പറഞ്ഞ വ്യക്തികളുടെ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ആനി ബെസന്റ്. ആനി ബെസന്റിന്റെ തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബെസന്റ് ഇറക്കിയ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. റീസർജൻ ഓഫ് ഹിന്ദു റിലീജിയൻ. ഹിന്ദു മതത്തെ പുനരുത്ഥാനം ചെയ്യുക എന്നാണ് ആള് ജനങ്ങളുടെ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ആണ് ഹിതകരണീയ സമാജ്. ഹിതകാരണീയ സമാജ് ഇറക്കിയേക്കുന്നത് വീരശൈലംഗം എന്ന് പറഞ്ഞ ആളാണ്. റിഫോമേഴ്സ് ആണ് ഇറക്കിയേക്കുന്നത്. അത് മുഖേന പറയാൻ ആഗ്രഹിച്ചത് ക്യാമ്പയിൻ ഫോർ വിഡോ റീമാരേജ് ആൻഡ് വ്യൂമൻ എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം ഒരുക്കുക, പിന്നെ വിധവകൾക്ക് പുനർവിവാഹം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ക്യാമ്പയിനാണ് ആള് നടത്തിയിരുന്നത് ഇത് മുഖേന. നെക്സ്റ്റ് വരുന്നത് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് ഇറക്കിയേക്കുന്നത് ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെ ആണ് സത്യശോധക് സമാജ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് പ്രസ്ഥാനം ഇറക്കിയേക്കുന്നത്. അത് മുഖേന പറയാൻ ആഗ്രഹിച്ചത് ഓപ്പോസ്ഡ് സോഷ്യൽ ഈവിൾസ് ആൻഡ് ഡോമിനൻസ് ഓഫ് പ്രീസ്റ്റ്. ദുരാചാരങ്ങളെ എതിർത്തതും പുരോഹിതന്മാരുടെ ഏകാധിപത്യം അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ മേധാവിത്വം നിർത്തലാക്കുക. രണ്ടാമത്തത് സ്റ്റാർട്ടഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. സ്റ്റാർട്ടഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ജ്യോതിബ ഫൂലെയാണ് തുടങ്ങിയത്. നെക്സ്റ്റ് ആണ് ഇ വി രാമസ്വാമി നൈക്കർ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ആ പ്രസ്ഥാനമാണ് ആള് തുടങ്ങിയത്. അത് മുഖേന പറയാൻ ആഗ്രഹിച്ചത് ഓപ്പോസിറ്റ് ബ്രാഹ്മണിക്കൽ സുപ്രമസി ആൻഡ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയും ബ്രാഹ്മണന്മാരുടെ ഏകാധിപത്യം അല്ലെങ്കിൽ മേധാവിത്വം നിർത്തലാക്കുക. നെക്സ്റ്റ് ആണ് ശ്രീനാരായണ ഗുരു തുടങ്ങിയ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോജന. ശ്രീനാരായണ ധർമ്മ പരിപാലന യോജന ഇറക്കി കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരു ആണ്. അത് മുഖേന ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഓപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഈവിൽ പ്രാക്ടീസ്. ജാതി വ്യവസ്ഥ നിർത്തലാക്കുക. പിന്നെ അനാചാര്യങ്ങൾ അവിടെ നിലനിന്നിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിൽ, അതും നിർത്തലാക്കുക. അഡ്വക്കേറ്റ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നോക്ക വർഗക്കാർക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ പ്രോഗ്രസ്, സാമ്പത്തിക വ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ശ്രീനാരായണ ഗുരു. ഇത്രയുമാണ് നമുക്ക് പേജ് നമ്പർ 87 പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് നമ്പർ 88 ആണ് എടുക്കുന്നത്. പേജ് നമ്പർ 88 നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിലുള്ളതാണ് പഠിക്കുന്നത്. The Britishers were forced to abolish many social evils that existed in various parts of the country. അതായത് സോഷ്യൽ റിഫോമേഴ്സ് കാരണം, പരിഷ്കർത്താക്കന്മാരുടെ കാരണം ഈ ബ്രിട്ടീഷേഴ്സ്ക്ക് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറെ ദുരാചാരങ്ങളൊക്കെ എടുത്തു മാറ്റേണ്ടി വന്നു. അത് ഏതൊക്കെയാണ്? അങ്ങനെയാണ് ചോദ്യം വരിക. The Britishers were forced to abolish many social evils that existed in various parts of the country. Which are they? ഏതൊക്കെ അനാചാര്യങ്ങളാണ് ബ്രിട്ടീഷേഴ്സ്ക്ക് നിർബന്ധപൂർവം ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വന്നത്? അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിക്കാം. അതിന്റെ ആദ്യത്തേതാണ് പ്രിവെന്റഡ് മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 ഇയേഴ്സ് ഓഫ് ഏജ്. 12 വയസ്സിനെക്കാട്ടിലും താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിർത്തലാക്കുക. ബാൻഡ് ഫീമെയിൽ ഇൻഫാന്റിസിഡ്. ശിശുഹത്യ. അതായത് നോർത്തിലൊക്കെ പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനിച്ച ഉടനെ അവരെ കൊല്ലും. അപ്പൊ അത് നിർത്തലാക്കുക. അബോളിഷ് സതി. സതിയെ പറ്റി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സതി എന്ന്? സതിനെ നിർത്തലാക്കുക. പെർമിറ്റഡ് വിഡോ റീമാരേജ്. വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക, അനുമതി കൊടുക്കുക.
എബോളിഷ് സ്ലേവറി, അടിമത്തം നിർത്തലാക്കുക. പ്രിവെന്റ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം നിർത്തലാക്കുക. ആൻഡ് പോളിഗമി, പോളിഗമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യ വ്യവസ്ഥ, അതായത് ഒരു വ്യക്തിക്ക് ഒരു ഭാര്യയെക്കാട്ടിലും കൂടുതൽ വെക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ നിർത്തലാക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ബ്രിട്ടീഷേഴ്സ്ക്ക് നിർത്തലാക്കേണ്ടി വന്നത്. അപ്പൊ അതും നല്ലോണം പഠിക്കുക. താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ ഹൗ ഡിഡ് ദി ഐഡിയോളജിസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ഇന്ത്യൻ റിഫോംസ് മൂവ്മെന്റ് ക്രിയേറ്റ് നാഷണലിസം എമംഗ് ഇന്ത്യ. ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഹിന്റ്സ് ഗിവൺ. ഇത് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ചുള്ള പോയിന്റുകളാണ്. അത് 6 മാർക്കിന്റെ ആകുമ്പോൾ കുറച്ചുകൂടി വിസ്തരിച്ച് എഴുതുക പോയിന്റുകൾ. അതായത് ഐഡിയോളജിസ്റ്റ് പരിഷ്കർത്താക്കൾ കൊണ്ടുവന്ന ദേശീയത, ഇന്ത്യയിൽ കൊണ്ടുവന്ന ദേശീയത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ദേശീയത മുഖേന എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഓപ്പോസ് ടു കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ നിർത്തലാക്കുക. അഡ്വക്കേറ്റിംഗ് ഫോർ ഈക്വൽ റൈറ്റ്സ്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ്, സമ അവകാശങ്ങൾ ഉണ്ടാകുക. ഡിഫെൻഡിങ് ദ ഇൻട്രഷൻ ഓഫ് ഫോറിൻ ഐഡിയാസ് ആൻഡ് കൾച്ചർ, ഫോറിൻ വിദേശ ആശയങ്ങളും വിദേശ സംസ്കാരങ്ങളും നിർത്തലാക്കുക. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇവിൽസ്, ദുരാചാരങ്ങളെ എതിർക്കുക, നിർത്തലാക്കുക അല്ലെങ്കിൽ എതിർക്കുക. എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസം പുരോഗതി കൊണ്ടുവരിക. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഇമ്പോസ്ഡ് അപ്പോൺ വ്യൂമൻ, സ്ത്രീകൾക്ക് വെച്ച് ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഇല്ലാണ്ടാക്കുക. അതായത് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ വിവേചനം നിർത്തലാക്കുക. ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. അതായത് പത്രങ്ങളും ദേശത്തെ ഒന്നാക്കണു, പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കണു. ദ പ്രസ് ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ, പേജ് നമ്പർ 88 ആ ഭാഗത്ത് ഒന്നും പഠിക്കാനില്ല. പേജ് നമ്പർ 89 എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുകളിൽ തന്നെ തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ ന്യൂസ് പേപ്പർ ഡു ഡ്യൂറിംഗ് ഫ്രീഡം മൂവ്മെന്റ്? വാട്ട് ഡിഡ് ദ ന്യൂസ് പേപ്പർ ഡു ഡ്യൂറിംഗ് ഫ്രീഡം മൂവ്മെന്റ്? സ്വതന്ത്ര സമരത്തിന് വേണ്ടി പത്രങ്ങൾ എന്താണ് ചെയ്തേക്കണേ എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കണത്. അതിന്റെ പോയിന്റ് തന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് പഠിക്കേണ്ടത്. താഴേക്ക് പഠിച്ചു പോകണ്ട. ലെഫ്റ്റ് പഠിക്കുക, പിന്നെ റൈറ്റ് പഠിക്കുക, പിന്നെ ലെഫ്റ്റ് പഠിക്കുക. അത് നിങ്ങൾക്ക് ആരോ തന്നിട്ടുണ്ട്. Disseminated information on massacre, oppression and repressive rule in various parts of the country. Disseminated എന്ന് പറഞ്ഞത് give information, അതായത് എല്ലാവർക്കും അറിവുകൾ കൊടുക്കുക. കൂട്ടക്കൊല, അടിച്ചമർത്തൽ, പിന്നെ മർദ്ദകപൂർവമുള്ള ഭരണം, അതായത് സെയിം മീനിങ് ആണ്. അടിച്ചമർത്തിയിട്ടുള്ള ഭരണത്തിന്റെ പറ്റിയിട്ട് ലോകത്തെ എല്ലാ ഭാഗത്തെയും ഇന്ത്യ എന്ന് പറഞ്ഞ അതിന്റെ പല ഭാഗത്തേക്കും ഇതിന്റെ അറിവ് ജനങ്ങൾക്ക് വരെ എത്തിക്കുക. നെക്സ്റ്റ് വരുന്നത് പോപ്പുലൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. സാമൂഹിക അനാചാരത്തെ പറ്റിയിട്ടും അന്ധവിശ്വാസത്തെ പറ്റിയിട്ടും ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യുക. ഇതൊക്കെയാണ് ന്യൂസ് പേപ്പർ, പത്രങ്ങളുടെ ധർമ്മം ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ പത്രങ്ങൾ മുഖേനയാണ് ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തിരുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഈവിൽസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. മോട്ടിവേറ്റഡ്, പ്രചോദനം നൽകുക. ജനങ്ങൾക്ക് പ്രചോദനം നൽകിയത്, അതായത് ബ്രിട്ടീഷേഴ്സ് ഭരണത്തിന്റെ എതിരെ ഫൈറ്റ് ചെയ്യുക. ആൻഡ് ഈവിൽസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, തിന്മകൾ, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകളുടെ എതിരെ വിരോധം ചെയ്യുക. ഇതിനൊക്കെ പ്രചോദനം നൽകിയത് ന്യൂസ് പേപ്പർ ആണ്. നെക്സ്റ്റ് കെപ്റ്റ് എബ്രാസ്റ്റ് മീൻസ് വിവരങ്ങൾ നൽകുക. കെപ്റ്റ് എബ്രാസ്റ്റ് ഓഫ് ദ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫോർ ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി. ലോകം മുഴുവത്തിന്റെ എതിർപ്പുകൾ ഈ ജനങ്ങളുടെ അടുത്തേക്ക് എത്തി. അതായത് ലോകം മുഴുവനും ബ്രിട്ടീഷേഴ്സിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള വിവരം ഈ പത്രം മുഖേന ജനങ്ങൾക്ക് എത്തിച്ചു. ഫ്രീഡം, സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം ആൻഡ് ഇക്വാലിറ്റി, സമത്വം, ഇതിനെ പറ്റിയിട്ടൊക്കെ ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തത് ഈ പത്രങ്ങൾ മുഖേനയാണ്. നെക്സ്റ്റ് ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് ഓൺ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തു. ബ്രിട്ടീഷേഴ്സ് നടത്തുന്ന സാമ്പത്തിക ചൂഷണങ്ങളുടെ പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തു. നെക്സ്റ്റ് റിമോട്ടഡ് ദ കലാമിറ്റീസ് ലൈക്ക് പ്ലേഗ് ആൻഡ് ഫാമിൻസ് ദാറ്റ് കിൽഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ വേരിയസ് റീജിയൻ.
ഇന്ത്യത്തെ പല ഭാഗത്തും കലാമിറ്റീസ് ദുരിതങ്ങൾ കലാമിറ്റീസ് എന്ന് പറയുന്നത് പല ദുരിതങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തു. അതിലെ രോഗം പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം, ഫാമിൻസ് എന്ന് പറയുന്നത് ക്ഷാമ കാലഘട്ടത്തിനെ പറ്റിയിട്ടും ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ന്യൂസ് പേപ്പർ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂസ് പേപ്പർ വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കുറെ മാറ്റങ്ങൾ വന്നു. കാരണം ഇന്ത്യയിൽ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും കിട്ടാൻ തുടങ്ങി. നെക്സ്റ്റ് നമ്പർ പേജ് നമ്പർ 89 കഴിഞ്ഞിട്ട് പേജ് നമ്പർ 90 എടുക്കുക. 90 പ്രധാന പത്രങ്ങളും ആ പത്രങ്ങൾ ഇറക്കിയ നേതാക്കന്മാരിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതായത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ലീഡേഴ്സ്. ഏതൊക്കെ പത്രങ്ങൾ ഏതൊക്കെ നേതാക്കന്മാരാണ് ഇറക്കിയേക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും നന്നായി പഠിച്ചോളാം. ദ ഹിന്ദു, സ്വദേശി മിത്രം, രണ്ടെണ്ണമാണ്. ദ ഹിന്ദു സ്വദേശി മിത്രം ഇറക്കിയേക്കുന്നത് ജി സുബ്രഹ്മണ്യം അയ്യറാണ് ഇറക്കിയേക്കുന്നത്. അമൃത് ബസാർ പത്രിക സിസർ കുമാർ ഘോഷ്, രണ്ടാളാണ്. സിസർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇറക്കിയേക്കുന്നത്. ബോംബെ സമാചാർ ഇറക്കിയേക്കുന്നത് ഫർദോജി മർസ്ബാൻ ആണ് ഇറക്കിയേക്കുന്നത് ബോംബെ സമാചാർ എന്ന് പറഞ്ഞത്. കേസരിയും മറാത്തയും രണ്ട് പത്രങ്ങളാണ്, ഒരു പത്രമല്ല. കേസരിയും പിന്നെ വേറൊരു പത്രമാണ് മറാത്ത എന്ന് പറഞ്ഞത്. അത് ഇറക്കിയേക്കുന്നത് ബാൽ ഗംഗാധർ തിലക്കാണ്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇറക്കിയേക്കുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. സോം പ്രകാശ് എന്ന് പറയുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് ഇറക്കിയേക്കുന്നത്. ന്യൂ ഇന്ത്യൻ കോമൺവെൽത്ത്, രണ്ടെണ്ണമുണ്ട്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബെസന്റ് ആണ് ഇറക്കിയേക്കുന്നത്. യങ് ഇന്ത്യ ഹരിജൻ ഇറക്കിയേക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. അൽ ഹിലാലി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇറക്കിയേക്കുന്നത്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത്രയും ലീഡേഴ്സ് നേതാക്കന്മാർ ഇറക്കിയ ന്യൂസ് പേപ്പർ പ്രധാന പത്രങ്ങളുടെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഇവിടെ താഴെ രാജാ റാം മോഹൻ റോയ് ഇറക്കിയ പത്രത്തിന്റെ പറ്റിയിട്ടും നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. The newspapers criticized the British policy and motivated national movement. ഈ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഈ ഇറക്കിയ പത്രങ്ങളൊക്കെ ബ്രിട്ടീഷ് നയത്തിന്റെ എതിരെയും പിന്നെ ദേശീയതയെ വളർത്താൻ വേണ്ടിയിട്ടും ഈ പത്രങ്ങൾ വളരെയധികം സഹായിച്ചു ആ കാലഘട്ടത്തിൽ. രാജാ റാം മോഹൻ റോയ് വാസ് ദ ഫസ്റ്റ് ടു സ്റ്റാർട്ട് ന്യൂസ് പേപ്പർ വിത്ത് എ നാഷണൽ പ്രോസ്പെക്റ്റീവ്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് രാജാ റാം മോഹൻ റോയ് ആണ് ഏറ്റവും ആദ്യം പത്രങ്ങൾ പുറത്തിറക്കിയത്. ഹിസ് സംബന്ധ് കൗമുദി എന്ന് പറഞ്ഞ ബംഗാളിൽ ഇറക്കിയ പത്രം, പിന്നെ മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ലാംഗ്വേജിൽ ഇറക്കിയിട്ടുണ്ട്. രണ്ട് പത്രങ്ങളാണ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് സംബാദ് കൗമുദി ഇൻ ബംഗാളും മിറാത്ത് ഉൾ അക്ബർ ഇൻ പേർഷ്യൻ ലാംഗ്വേജിലാണ് ഇറക്കിയിരിക്കുന്നത്. അതിലെ മെയിൻ ഫോക്കസിന്റെ പ്രത്യേകം ആള് ഫോക്കസ് ചെയ്തേക്കുന്നത്, പ്രത്യേകം ആള് മുന്നോട്ട് വെച്ചേക്കുന്നത് സോഷ്യൽ റിഫോംസ്, സാമൂഹിക മാറ്റങ്ങൾ, ഡെമോക്രസി ജനാധിപത്യം ആൻഡ് നാഷണലിസം ദേശീയത. ഈ മൂന്ന് കാര്യങ്ങളാണ് ആൾ കൂടുതലും ഇമ്പോർട്ടൻസ് നൽകിയത്. ആ മൂന്ന് കാര്യങ്ങളാണ് ജനങ്ങളുടെ മുന്നോട്ട് വെച്ചത്. ഫോളോയിങ് ദിസ് പാത്ത് many reformers and national leaders published newspaper in religion language. ഇതിന്റെ പിന്നാലെ തന്നെ കുറെ നാഷണൽ ലീഡേഴ്സ് ദേശീയ നേതാക്കന്മാർ അവനവന്റെ ലാംഗ്വേജിൽ, അതായത് പ്രാദേശിക ഭാഷയിൽ കുറെ ന്യൂസ് പേപ്പേഴ്സ് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ന്യൂസ് പേപ്പേഴ്സ് ഇറക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷേഴ്സ്ക്ക് പേടിയായി. കാരണം ബ്രിട്ടീഷേഴ്സിനെതിരെ ഈ ജനങ്ങൾ മുഴുവനും ബ്രിട്ടീഷേഴ്സിന് എതിരാവാൻ തുടങ്ങി. അപ്പോൾ അവർ തീരുമാനിച്ചു ഈ പ്രാദേശിക പത്രങ്ങൾ നിർത്തലാക്കാം. അങ്ങനെ പ്രാദേശിക പത്രങ്ങൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. അതായത് വെർനാക്കുലർ പ്രസ് ആക്ട് എനാക്റ്റഡ് ബൈ ലോർഡ് ലിന്റൺ ഇൻ 1878. ആരാണ് ഈ പ്രാദേശിക പത്രങ്ങൾ നിർത്തലാക്കാനുള്ള നിയമം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ലോർഡ് ലിന്റൺ 1878. വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞത് പ്രാദേശിക പത്രങ്ങൾ അത് നിർത്തലാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ലോർഡ് ലിന്റൺ ഇൻ 1878.
ഈ ആക്ട് മുഖേന ഈ പ്രാദേശിക പത്രത്തിൽ ഇറക്കണ ന്യൂസുകൾക്ക് ഒരു നിയന്ത്രണം വെച്ചു. അങ്ങനെ നിയന്ത്രണം വെച്ചപ്പോൾ ജനങ്ങൾ മുഴുവനും ഇതിനെ എതിർത്തു. ആ എതിർത്തിന്റെ ഫലസ്വരൂപമായിട്ട് ഈ ബ്രിട്ടീഷേഴ്സ്ക്ക് ഈ നിയമം പിൻവലിക്കേണ്ടി വന്നു. ഇത്രയും വരെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ടത്. അടുത്ത ക്ലാസ് ആണ് എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ബൈ, ഹാവ് എ നൈസ് ഡേ.